ഹായ് ഗൈസ്, ഐ ആം ബാക്ക്. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഇല്ലേ, ഒറ്റ നൈറ്റില്ല വരാ, എല്ലാം കൂട്ടി ഒരുമിച്ചിട്ട് വരാൻ. മനുഷ്യന്റെ റൂമിലെ ഫാൻ അടിച്ചു വെച്ച് 6 ദിവസമായി ചൂട്ടത്താ കടന്ന് ഉറങ്ങുന്നേ. ഉരുകി കടക്കയിലെ ഫുള്ള് കുളം പോലെയായി. 6 ദിവസം ശീർത്താങ്കളത്ത് ശരിയാക്കാൻ വേണ്ടി വിളിച്ചിട്ട് വരുന്നില്ല. സൈഡിൽ ടേബിൾ ഫാനെ വെച്ചിട്ടാ ഉള്ളത്. ഇതിന്റെ കാറ്റടിച്ച് ഇതിന്റെ മൈക്കിൽ കൂടെ മറ്റേത് നിങ്ങൾ കടൽ തീരത്തിരുന്ന പോലത്തെ ചിലപ്പോൾ ഫീൽ ഉണ്ടാവും. ആൾക്കാര് ക്ഷമിക്കുക, ഇറക്കി വേറെ ഓപ്ഷൻ ഇല്ല. നോയ്സ് റിഡക്ഷൻ ഒക്കെ ഫിൽറ്റർ ഒക്കെ ഞാൻ ഇടും മാക്സിമം, പക്ഷെ എന്നാലും നോയ്സ് കുറക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അങ്ങനത്തെ അടി അടിച്ചോണ്ടിരിക്കുന്ന നടന്ന് കാറ്റ് ചൂടെടുത്തിട്ട് മനുഷ്യനെ പിരാന്ത് പിടിക്കുന്നു. എന്നിട്ട് പോയിട്ട് മുടിയെല്ലാം മുറിച്ചതാ. ഇതെല്ലാം നിങ്ങളെടുത്ത് ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ആരടുത്തെങ്കിലും പറഞ്ഞാലേ മനുഷ്യന് കുറച്ച് സമാധാനം ഉണ്ടാവും. ദേഷ്യം പിടിക്കുന്നു. ₹10 കൊടുത്തിട്ട് 500 അഭിനയിച്ച് നിങ്ങൾ വിചാരിക്കരുത്. ഇത് സംഭവം നേരെ തലയിരിച്ചിട്ടാ. 600 ജിന്നേരി എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കണം. ആടെ എത്തിയൊരു മുക്കിരി വരഞ്ഞ് 600 തരാൻ പറ്റത്തില്ല, 500 തരുള്ളൂ. എന്തായാലും ആടത്തം വരെ പോയതല്ലേ, മുക്കിരി പറ്റിച്ചതല്ലേ, അഭിനയിക്കാൻ തന്നെ വിചാരിച്ചുവേ. എന്നിട്ട് മുക്കിരിനെ നെഞ്ചത്ത് കിടുകാമണിയെല്ലാം ചവിട്ടി അങ്ങോട്ട് ഓടിച്ച് അയാൾ അണ്ടിക്കൊക്കെ ചവിട്ടിട്ട് നെഞ്ചത്ത് കയറിച്ച് പോയത് പോലെ. ₹100 കുറച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയല്ലേ ചെയ്യാൻ പാടില്ല. ഇതേത് വിഭവക്കാരാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെ മുസ്ലിങ്ങളാ നിങ്ങൾ വിചാരിക്കണ്ട കേട്ടാ. നമ്മളെ ഇതിൽ ഇങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല. ഞാൻ ഇന്നേരം കണ്ടിട്ടില്ല. ഇത് വേറെ ഏതോ വർഗം. ഇത് താടിയും മീശയും തൊപ്പയെല്ലാം വെച്ചിട്ട് മുസ്ലിങ്ങളാന്ന് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ മുസ്ലിങ്ങളിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതോ ഒരു ഡിവൈഡ് ചെയ്തിട്ടുള്ള ഏതോ ഒരു വർഗം. ഒറിജിനൽ ആയിട്ടുള്ള സംഭവമല്ല. ഓക്കെ, ചൂടെടുത്തിട്ടുള്ള ജിന്ന് കയറി പോലും. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരുത്തിനാ ഏതോ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് എന്തോ ശാശ്വത പരിഹാരം കിട്ടുന്നുള്ള രീതിയിൽ ഓന്റെ ഏതോ ഒരു ചങ്ക് ചാമ്പിയതാ. ശാശ്വത പരിഹാരത്തിന് വേണ്ടി ഓനെ നട്ടെല്ലാം അടിച്ച് ഓടിച്ച് പൂജാരി ഓനെ പ്ലക്കി വിട്ട് ആ നട്ടെല്ലും കൂടി അങ്ങോട്ട് ഒടിഞ്ഞു കിട്ടി. ഇനി പ്രതിസന്ധികളൊന്നും കൂടുതൽ തരണം ചെയ്യണ്ട. ഞാൻ കട്ടുമ്പോൾ അങ്ങനെ നട്ടെല്ലാം ഒടിഞ്ഞ് കിടന്നാ മതി. പ്രശ്നങ്ങളുണ്ടോ, പരിഹാരം ഉണ്ട്. നടുപ്പുറം അടിച്ച് ഓടിച്ചിറങ്ങി നിങ്ങൾ പ്രശ്നങ്ങൾ അങ്ങോട്ട് തീരും. പ്ലക്കി ജീവിക്കുന്ന കുറെ എണ്ണം. കാക്ക കൊറേ കുന്തിരി കെട്ടി പുകച്ച് ലാസ്റ്റ് എല്ലാം കൂടി കൂട്ടിട്ട് കത്തിച്ച്. ആരോ ₹10 കൊടുത്തരോ കള്ള ഇമാറേ. ഞാനിവിടെ കഷ്ടപ്പെട്ട് പുകച്ച് എനിക്ക് ₹10 തരാൻ കിട്ടിയെന്ന രീതിക്ക് കുന്തിരിക്ക മൊത്തം കെട്ടി പുകച്ച് കത്തിച്ച് എല്ലാം ജീവനം കൊണ്ട് ഓടുന്നുണ്ട്. ഇതിൽ ഏത് കാറ്റഗറി ഓഫ് ആൾക്കാരാന്ന് എനിക്കറിയില്ല. രൂപമൊക്കെ ചിലപ്പോ പല മതവുമായിട്ട് വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷെങ്കിൽ ആ മതത്തിലുള്ള ആൾക്കാരല്ല ഇത്. അതിൽ നിന്നും ബുദ്ധി ഇല്ലാത്ത മാറി നിൽക്കുന്ന കുറെ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാറ്റഗറീസ് ആണ്. എന്തായാലും പൂക്കാക്ക എന്തായാലും കൂട്ടിയിട്ട് കത്തിച്ച നന്നായി. എല്ലാം ഓടിയല്ല അവിടെ നിന്ന്. എടാ 250 അല്ലേ ഡൂക്ക്? കൃഷിഭവനിന്ന് കിട്ടിയ ബൈക്കായിരിക്കും അല്ലേ ഇത്? ഏത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് അപ്ലൈ ചെയ്താലേ ഈ ഒരു സാധനം കിട്ടാൻ? പുല്ലുണ്ട്, പൂന്തോട്ടം ഉണ്ട്. ഇതാണ് മറ്റേ ഓടുന്ന പൂന്തോട്ടം. എനിക്കൊരു വായയും കൂടി നടായിരുന്നു. പോന്ന പോക്കി 2 കൊലയും കൂടി പറിച്ചു നിന്നൂടായിരുന്നു. മറ്റേത് കഴപ്പ് ഫസ്റ്റത്തെ, ഇത് മൂപ്പ്. ഇന്നലെ ഇതായിരുന്നു. വണ്ടി പോയിട്ട് കയ്യാ മതിയായിരുന്നു ആ ചളി ഏരി. ഒരക്കത്തെ ഉമ്മാമാന്റെ മാറ്റില്ലേ ചൂടിപ്പടോ, അത് മൊത്തം മുറിച്ചിട്ട് വണ്ടീനെ കൊണ്ട് ഒട്ടിച്ചു. നല്ല ഓർഗാനിക് ആയിട്ടുള്ള വണ്ടി. തലയിലെ മറ്റേ ഹെൽമെറ്റ് വരെ വണ്ടി പറിച്ചൊട്ടിച്ചിക്കല്ലേ ഈ സാധനം. വളരെ ക്രിയേറ്റിവിറ്റി ഉള്ള വർണ്ണശബളമായ ഒരു പൊട്ടൻ. ഒരു സമുദായത്തിൽ ഒരാൾക്ക് മാത്രം ബുദ്ധിയില്ലാത്തതിൽ നമ്മൾ അത്ര വലിയ കാര്യമാക്കണ്ട. പക്ഷേ ഒരു സമുദായം മൊത്തം ബുദ്ധിയില്ലാണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾ എന്തുകൊണ്ടാന്ന് ചിന്തിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല. എനിക്കും അറിയില്ല. മംഗലാണ്, പക്ഷെ ഇത് മംഗല, ഇത് സർക്കസ് ആണ്. ഭൂതക്കണ്ണാടിയും വെച്ചിട്ട് ബാക്ക് എറിഞ്ഞിട്ട് തോക്കും പിടിച്ച് പറക്കുന്ന ഓളാണ് മംഗലം കഴിഞ്ഞേ തോന്നുന്നു. മറ്റേ ചെറുക്കനാ തോന്നുന്നു വണ്ടി ഓടി. കണ്ടോണ്ടിരിക്കുന്ന ആള് അണ്ണാക്ക് തോന്നിട്ട് എന്തായി കണ്ടോണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ആ പന്തലിനോള് തീ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാം കൂടി അങ്ങോട്ട് കത്തും. ആ പൊരിയിലെ ഒരു ചെറിയ പൊരിയായിട്ട്
വണ്ടി ഓടിക്കുന്നവന്റെ എണ്ണ ടാങ്കിന്റെ ഉള്ളിൽ മേടിക്കിട്ട് രണ്ടും കൂടി നേരെ മംഗലം കഴിച്ച് അന്ന് തന്നെ നേരെ പരലോകത്തേക്ക് പോകും. പുതിയ വിവരം ഒന്നും ഇല്ലടാ. ഓളെ പന്തലിന് നല്ലോണം കത്തിക്കുന്നുണ്ട്. അങ്ങോട്ട് കത്തട്ടെ. ബായും പൊളിച്ച് നിൽക്കുന്ന ആൾക്കാരെല്ലാം അവിടെ കാത്തു നിൽക്കുക. എല്ലാരും അങ്ങോട്ട് പോയി. ആരെങ്കിലും പറഞ്ഞു കൊടുക്കട്ടെ. ഇന്ന് പിന്നെ കെട്ടിയ ഓളെ തന്തയുണ്ട്. തന്തക്കൂ തള്ളക്കൂ പുറകത്തെ ആൾക്കൂ കെട്ടിയോനിക്കൂ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നിനും ബുദ്ധി വിവരം ഒന്നും ഇല്ല. ആന ഫയറാണ് ഫയർ. അല്ലാണ്ട് ഇത് മറ്റേ ഇതൊന്നല്ല. ഇത് ശരിക്കും തീപ്പൊരിയല്ലേ പോകുന്നത്. ഇത് സിംഗല്ല, ഇത് ചൂയിങ്കം. ആരോ ചമച്ചിട്ട് തുപ്പിയതാ. എന്നിട്ട് അത് ആരോ ചപ്പാത്തി പോലെ വെച്ചിട്ട് പരത്തിട്ട് നേരെയാക്കി. 3 സ്റ്റാറുള്ള ട്രാഫിക് പോലീസോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ജീപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ വരുന്ന വെഹിക്കിൽ മറ്റേ നേരത്തെ ഓർഗാനിക് ആയിട്ട് ഒരുത്തെ സെറ്റ് ആക്കിയിട്ടില്ലായിരുന്നു. അവൻ കൊണ്ടുപോയി. അവൻ അതിന്റെ മുകളിൽ പുല്ല് പണിയുന്നുണ്ടെന്ന് പറഞ്ഞത്, പൂന്തോട്ടം പണിയുന്നുണ്ടെന്ന് പറഞ്ഞു. ആനയും പുലിയൊക്കെ അവിടെ തെറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ മുകളിൽ. അങ്ങനെ കൊണ്ടുപോയതാ. അതുകൊണ്ട് ഈ ചൂയിങ്കം റോട്ടമ്മ കൂടെ നടക്കുവാണ്. പാന്റ് കുറച്ചുകൂടി താത്തിയിട്ട് കഴിഞ്ഞാല് അടിപൊളിയായ എന്താ കൊല വപ്പിക്കാൻ പോലൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്തെല്ലാം തൂവുന്നുണ്ട്. ശരിയാടാ എന്നാ ഓക്കെ ബൈ. കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ആരോ എന്റെ ബാക്കിൽ കൂടെ ഒന്ന് അടിച്ചു നോക്കണ്ട. ഓർഗൻസ് ഒക്കെ എക്സ്പ്ലോർ ആയിപ്പോ. ക്യാ ബോഡി ഹെ ബായ്. ഉള്ളോൻ കാണിക്കൂ, ഇല്ലാത്തോൻ അവിടെ കിടന്ന് ഊമ്പും. നീ ഊമ്പടാ, അല്ല സോറി നീ കാണിക്കടാ. ഞാൻ എന്താ ഉദ്ദേശം അറിയ നിങ്ങക്ക്? ഓന്റെ വനിയെ കറുത്ത വേറൊന്നും ഇല്ല. വേറെന്താള്ളേ? ബോഡിയാ ബോഡി. ഇതിന് നല്ല നേരത്തെ പോലീസ് ഓഫീസറാ. സോറി ചൂയിങ്കം. പോലീസ് ഓഫീസർ അല്ല ചൂയിങ്കം. हेलो अरे एक व्हील चेयर में लंगड़ा दिख रहा है, इसको भीख मांगते रहता है, इसका टांगों में से काम का नहीं है। कितनी लगेगा ना इसका? हो जाएगा ना? तो गाड़ी लेके आना, इसको वैन में इसी समय तो उठा देंगे। अरे अरे क्या ना जल्दी भाग रहा है, इसका चक्का चला रहा है। अरे साला എടാ എനിക്ക് ഹിന്ദി അറിയാത്തോണ്ട് എന്താ പറഞ്ഞ മനസ്സിലായില്ല. പക്ഷെ എന്തോ കിഡ്നിയൊക്കെ അടിച്ചോണ്ടോന്നിട്ട് ഞാൻ പറഞ്ഞത്. അന്നേരം ഏതോ ഉടായ്പ് വീൽ ചെയറിൽ പൈസ ഇറന്ന് നടക്കുന്നത്. അയാൾ ചിലപ്പോ ജീവിതത്തിൽ ഫസ്റ്റ് ആയിരിക്കും ഓടിയിട്ടുണ്ടാവും പേടിച്ചിട്ട്. നമ്മളെ ബോഡി പേടിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളെ അഡ്രിനലൊക്കെ ഒരു ബൂസ്റ്റ് ആവുന്നുണ്ട്. നമ്മളെ വർക്ക് ചെയ്യാത്ത സാധനങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യും. ചിലപ്പോ അങ്ങനെ പേടിച്ചിട്ട് ഓടിയതായിരിക്കും. അല്ലെങ്കിൽ ഇയാൾക്ക് നടക്കാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും അയാൾ പേടിച്ച് വീൽ ചെയർ ഇട്ട് ജീവനും കൊണ്ട് ഓടി. കിഡ്നി എടുക്കുന്ന പറഞ്ഞത് തോന്നുന്നു. രണ്ടാമ രണ്ടെണ്ണ അടി കഴിഞ്ഞോണ്ടിരിക്കുന്നതിന്റെ മറ്റോന്റെ അടി സ്ലിപ്പായിട്ടാന്ന് തോന്നി. ഇവന്റെ മൂക്കട്ടൊക്കെ കൊണ്ടിട്ടുണ്ട്. എന്തായാലും കൃഷി ചെയ്താൽ കൃഷി ചെയ്താൽ എണ്ണി മടുക്കും പൈസ. നീ എന്ത് ഈ കൃഷി ചെയ്തത്? ഈ ഏതോ കാട്ടും കുറ്റിയിലാന്നോല്ലേ ഇരിക്കുന്നേ. കൊറേ എണ്ണി മടുത്തുകണ്ടെങ്കിൽ ഇങ്ങനെ നന്നാക്കി ഞാൻ അത്രക്കും എണ്ണി മടുക്കാൻ മാത്രോ ഇവ കഞ്ചാവ് കൃഷിയാണോ ചെയ്യുന്നേ? കഞ്ചാവ് കൃഷിയൊക്കെ ചെയ്താലേ എനിക്ക് ഇത്ര എണ്ണിയൊക്കെ മടുക്കത്തുള്ളൂ. അല്ലേ പൈസ ഒളി കൂച്ചിട്ടത് അതാണാ വന്നേ മരായി. അതാണ് എണ്ണി മടുത്തേ. എടുത്തുക്കണ്ടേ എന്റെ കൈയൊക്കെ ഇവിടെ ഫ്രീ ആയിട്ടാ. ഞാൻ എണ്ണിത്തരാ. ബാക്കി ഇങ്ങന്നേക്ക് എണ്ണിത്തരാം. മറ്റേ തള്ള ഏതോ പോരക്കത്തെ കുറ്റിക്കാട്ടിൽ ഇരുന്നിട്ട് കൃഷിന്ന് പോലും. അവിടുത്തെ ചപ്പു എന്തെല്ലോ ചവറൊക്കെ മുളച്ച അതെല്ലാം വെച്ചിട്ട് കൃഷിന്നല്ലോ. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ പിന്നെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ, ടാറ്റാ, ഗുഡ് ബൈ.